കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ അല്പസമയം ദൈവസന്നിധിക്കാൻ ഞാൻ അധിക സമയങ്ങളൊന്നും തിരുവചന ശുശ്രൂഷയായിട്ട് തിരുവചന ധ്യാനങ്ങളായിട്ട് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെങ്കിലും ആമേൻ. അല്പസമയ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള തിരുവചന വേദ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിലെ 7-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിലെ 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് പകൽക്കാലം വായിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ദൈവത്തിന്മാർ ഈ വചനത്തിലൂടെയുള്ള ദൈവിക ആലോചനകൾ പങ്കുവെച്ച് കാണുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എങ്കിലും നമ്മെ അവസാന സമയങ്ങളിൽ അല്പമായിട്ടുള്ള ദൈവിക ആലോചനകൾക്കായി നമ്മെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കണം. നമുക്കറിയാം, യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ആമേൻ സ്തോത്രം ചുരുങ്ങിയ കാലം മാത്രമേ കർത്താവിന് ശുശ്രൂഷ ആമേൻ ചെയ്യപ്പെടുവാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ ആ സമയത്തുള്ളിൽ കർത്താവിന്റെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ആമേൻ നമ്മൾ വചനം പഠിക്കുമ്പോൾ ആമേൻ കാലയളവ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചുരുങ്ങിയ ഒരു 3.5 വർഷക്കാലം മാത്രമാണ് യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ലഭിച്ചിട്ടുള്ളത്. ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന കാലയളവിൽ അനേകം പേര് മാനസാന്തരത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ സന്ദേശത്തിലേക്ക് നയിക്കുവാനായിട്ടിടയായി. നമുക്കറിയാം, യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് നമുക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകനും ശുശ്രൂഷിച്ചതായി വചനം സ്വർഗരാജ്യത്തെ കുറിച്ച് ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായിരുന്നു. നാം കർത്താവിനെ അറിഞ്ഞത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവരാജ്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യത്തിൽ വേണ്ടിയിട്ട് കർത്താവിനെ അറിയുന്നവരായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട് ആരെങ്കിലും ഒക്കെ അവൻ ഒരുപക്ഷെ ഞാൻ അങ്ങനെ ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും അവൻ സ്വന്തമല്ലേറിയ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ, കർത്താവിനെ അറിയുന്നവരുടെ കൂട്ടത്തിൽ ഈ ലോകത്തിന്റെ നന്മകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും കർത്താവിനെ പിൻപറ്റുന്നു എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതം നഷ്ടമാണ്. നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നു എങ്കിൽ സ്വർഗരാജ്യത്തെ നോക്കി നമ്മൾ കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കർത്താവ് അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്റെ ഭക്തന്മാരെ അവൻ നിയോഗിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം വരുത്തി അവരെ നയിച്ചത് മരുഭൂമിയിൽ വാസം ചെയ്തു, അല്ലെങ്കിൽ മറ്റേത് ദേശത്ത് വാസം ചെയ്യുവാനല്ല. ഇവിടെ പറയുന്നു, കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ. നാം ദേശം എന്ന് പറയുന്നത് അവൻ കഷ്ടതകളില്ലാത്ത, കണ്ണുനീരുകളില്ലാത്ത, വേദനകളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത അവൻ നിത്യാനന്ദം നമുക്ക് നൽകി തരുന്ന നല്ലൊരു ദേശത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. കർത്താവ് പരസ്യ ശുശ്രൂഷ കാലയളവിൽ അവന്റെ ശിഷ്യന്മാരോട് അനേക കാര്യാദികളെ ഉപദേശിക്കുവാനിടയായിരുന്നു. ഇന്ന് പകലിൽ കയ്യസലിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ആവശ്യം ദൈവരാജ്യത്തേക്കുള്ള പ്രാണ നമുക്ക് ലഭിക്കുവാൻ, ലഭിക്കുവാൻ, നമുക്ക് ചെന്നെത്തുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് മറ്റൊരു കാര്യമല്ല, കർത്താവിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. എന്തിന്? അവൻ തികഞ്ഞവനാകുവാൻ തികവുള്ള അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പറയുന്നു, അവൻ സ്വന്തം സകല തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്ക്, അല്ലെങ്കിൽ വ്യക്തിരാജ്യത്തിൽ ചെന്നെത്തുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകി തരുന്ന ആയുസ്സിൽ നമ്മൾ സൽപ്രവൃത്തികളാൽ നിറയുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സൽപ്രവൃത്തികളിൽ തികഞ്ഞവരായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമാണ്.
അവേ ദൈവവചനം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായുധമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയോ വേർപിടിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹല്ലേലൂയ. അവൻ ഈ ജീവന്റെ വചനം, ഹല്ലേലൂയ, അവൻ ഇത് നമ്മെ ഉപദേശിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിതയാത്ര നയിക്കണം. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്നത് നമ്മെ ഉപദേശിക്കുന്നതാണ്, വചനം നമ്മെ ക്രമപ്പെടുത്തുന്നതാണ്, വചനം നമ്മെ നന്നായി നടത്തുന്നതാണ്, വചനം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാണ്, അവൻ നമ്മുടെ ഹൃദയത്തിന് സമാധാനവും ആശ്വാസവുമാണ്, നമ്മുടെ ആത്മമനുഷ്യന് പ്രത്യാശയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോ വചനം ആര് ഉൾക്കൊള്ളുന്നുവോ അവനാണ് ജീവന്റെ പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകുന്നത്. അവൻ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം ഇന്ന് അവൻ ദൈവജനം നല്ലതാണ്. അവൻ സ്വന്തം നമുക്കറിയാം, ലക്ഷോപലക്ഷം ദൈവഭക്തന്മാർന്ന് അവൻ പല മീഡിയ മുഖാന്തരം ദൈവജനം ശുശ്രൂഷിക്കുന്നുണ്ട്, ആലയങ്ങളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്, ഭവനങ്ങളിൽ ആരാധന നടത്തുന്നുണ്ട്. പക്ഷേ അവൻ സ്വന്തം വലിയ എല്ലാവർക്കും അവൻ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ മാത്രം മതി. അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അനുഗ്രഹത്തെക്കാൾ നമുക്ക് ആവശ്യം ദൈവത്തിന്റെ ഉപദേശമാണ്. നമ്മെ പഥ്യവചനം അവൻ നമ്മെ നന്നാക്കി നടത്തുന്ന, നമുക്ക് വിശുദ്ധ ജീവിതം നൽകി തരുന്ന, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം നൽകി തരുന്ന, നമ്മെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന, നമ്മെ ഉപദേശിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് സദസ്യവാസം നമ്മൾ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഉപദേശവും ശാസനയുമാണ് അവിടെ കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉപദേശത്തിന് ആര് വിധേയപ്പെടുത്തുന്നുവോ അതിന്റെ അർത്ഥം അവൻ ആത്മിക വർദ്ധനവ് പ്രാപിക്കുന്നവനാണ്. ഉപദേശത്തിന് ആര് ചെവി കൊടുക്കുന്നുവോ അതിന്റെ അർത്ഥം ആത്മികതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഉപദേശത്തിന് ആര് ചെവി കൊടുക്കുന്നുവോ അവൻ തന്റെ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനമില്ലാതെ ഒന്നുമില്ല. ദൈവവചനമില്ലാതെ ആത്മികതയില്ല, ദൈവവചനമില്ലാതെ ദൈവഭക്തിയില്ല, ദൈവവചനമില്ലാതെ സ്വർഗ്ഗരാജ്യം നമുക്ക് പ്രാപിക്കപ്പെടുവാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ സ്വന്തമല്ലേ വചനത്തിൽ പറയുന്നു, നീതിമാൻ ശാസിക്കുന്നതിന്റെ തലയ്ക്ക് എണ്ണയാണ്. അല്ലേ? അപ്പോ ദൈവവചനം നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉപദേശത്തിന് നമുക്ക് ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ദൈവവചനങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സോടെ ആര് സ്വീകരിക്കുന്നുവോ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി മാറും. തലമുറകൾക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറും. അവർ സമൂഹത്തിന് അനുഗ്രഹമായി മാറുമോ? അവർ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി മാറുമോ? ആമേൻ. ഹല്ലേലൂയ. അവർക്കൊരു കാര്യവും അസാധ്യമായി വരികയില്ല. കാരണം വചനം അനുസരിക്കുന്നവരോടുകൂടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദൈവമായ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ച ഭാഗത്തിലേക്ക് വരാം. അവിടെ യേശു കർത്താവ് പറയുന്നു, അവൻ സ്വന്തം എന്റെ വചനം ഒന്ന് വായിച്ചോട്ടെ. ഏഴാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. സ്തോത്രം. ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ഭാഗമാണ് ഇച്ഛിക്കുക, ലഭിക്കുക എന്നുള്ളത്. ഒന്നാമത് എന്ത് ചെയ്യണം? കർത്താവിൽ വസിക്കണം. ഹല്ലേലൂയ. നാം കർത്താവിൽ വസിക്കുമ്പോൾ നമുക്കൊരു പേരുണ്ട്, നാം ജീവനുള്ള മന്ദിരങ്ങളാണ്. ഹല്ലേലൂയ. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എഫെസ്യർ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നത് നമുക്ക് ലഭ്യമാകുവാനിടയായി തീരും. എന്റെ അപേക്ഷ വിശ്വാസം ശരിയാണെങ്കിൽ ഈ 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ അനേക വിഷയങ്ങൾ ദൈവത്തിൽ അർപ്പിച്ചിട്ടുണ്ടാകാം. ഭൗതിക വിഷയങ്ങളാകാം, ആത്മിക വിഷയങ്ങളാകാം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ പ്രസാദമുള്ളവയാണോ നമ്മുടെ ചോദ്യമെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയാം, അതിന് കർത്താവ് നമുക്ക് മറുപടി നൽകി തരിക തന്നെ ചെയ്യാം. കർത്താവിന്റെ ഭാവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആര് നിലകൊള്ളുന്നു അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയിലേക്ക് കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നത്. നമുക്കറിയാം, മാതാപിതാക്കൾ എല്ലാവരും മക്കൾക്ക് സഹായത്തെ അനുസ്വത്രം അവരെ ചോദിക്കുന്നത് കൊടുക്കുന്നവരാണ്. അനുസ്വത്രം അവർ ചോദിക്കുമ്പോൾ അവർ നല്ല മാതാപിതാക്കളാണെങ്കിൽ അങ്ങനെ ഒരു നിമിഷം ചിന്തിക്കും, എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ചോദിക്കുന്നത് ആ ഹല്ലേലൂയ അത് ആവശ്യമുള്ള കാര്യമാണോ, നല്ലതായ കാര്യമാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് അവനെന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്ന് നല്ല മാതാപിതാക്കൾ ചിന്തിക്കും. ദൈവഭക്തിയുള്ളവർ ചിന്തിക്കുമ്പോൾ അങ്ങനെ അവൻ സ്വന്തം ഹല്ലേലൂയ. പക്ഷേ അവൻ മക്കൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവര് 10 രൂപ ചോദിച്ചാൽ 100 രൂപ എടുത്തു കൊടുക്കും.
അല്ലേ, അവർ സ്കൂട്ടർ ചോദിച്ചാൽ അവർക്ക് മുള്ളച്ചും പിന്നെ അവർക്ക് വേറെ വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇരിക്കട്ടെ, മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുക നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരെ അറിഞ്ഞു വേണം നമ്മളത് ചെയ്യുക. അല്ലേ, അങ്ങനെയെങ്കിൽ അവരുടെ സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് നമ്മൾ ചോദിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാ ദൈവം. അല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തകൾ ദൈവത്തിന്റെ മുൻപാകെ അത് യാതൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപക്ഷെ നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല, അതിനപ്പുറത്തുള്ളതാണ്. അല്ലേ, ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? അവയെ ചോദിക്കുന്നതിന് നിരക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നാം ഒരു ചെറിയ കാര്യം ആഗ്രഹിക്കുമ്പോൾ അവിടെ വെച്ചല്ല കർത്താവിനെ നമ്മെ മാനിക്കുവാനുള്ളത്. അതിലധികമായി ശ്രേഷ്ഠമായ നിലകളിൽ നാം ചോദിക്കുന്നതിൽ നിരക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് കർത്താവ് ചെയ്യുവാനിടയായിരിക്കുന്നു. അങ്ങനെ അത് ആർക്കാണെന്ന് ചോദിച്ചാൽ, കർത്താവിൽ വസിക്കുന്നവർക്ക്. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്റിമേഷൻ, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പോലും വിട്ടുപിരിയാതെ 24/7 എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ മണിക്കൂറുകളിലും എല്ലാ മിനിറ്റുകളിലും കർത്താവുമായി ബന്ധം പുലർത്തുന്ന ഒരു അനുഭവം. നമ്മളൊരു ഭക്തനിങ്ങനെ പാട്ടെഴുതിയല്ലോ, രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എന്റെ രഥത്തിന്റെ ചക്രം അവൻ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മീയ കിടന്നുറങ്ങിയാൽ അവൻ ബോധം കേട്ടല്ല കിടക്കുന്നത്, അവൻ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഒരു ആത്മീയനെ തട്ടി ഉണർത്തി കഴിഞ്ഞാൽ അവൻ ഉറക്കമണിക്കുമ്പോൾ ആദ്യം പറയുന്നത് അയ്യോ, അല്ലെ സ്വന്തം ചിരിച്ചുകൊണ്ടല്ല, അവൻ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അല്ലേ, എന്നവർക്ക് അനുഭവമുണ്ട്. ഇന്ന് കാലം നമ്മളുടെ ആത്മീയതയ്ക്ക് അതിന്റെ വർദ്ധനയുടെ കർത്താവിന്റെ മനസ്സുണ്ട്. നാം കർത്താവിൽ വസിക്കുന്നവരായതുകൊണ്ട് നമ്മെ ഉപയോഗിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് അപ്പോഴും വന്നു പോകുന്നതല്ലേ. അങ്ങനെ സ്വന്തമിലേക്ക് ഞായറാഴ്ച മാത്രം കണ്ടിട്ട് ഞായറാഴ്ച ദൈവമായിട്ടുള്ള അഭേദ്യമായി ബന്ധമുണ്ടായിട്ട് പിന്നെ 6 ദിവസങ്ങൾ ദൈവത്തെ കാണാതെയോ ആരാധനയില്ലാതെയോ പ്രാർത്ഥനയില്ലാതെ ഇരിക്കുന്ന അനുഭവമല്ല. നാം കർത്താവിൽ വസിക്കുന്നു എന്ന് വരികിൽ എപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധം. സദസ്യമായിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, എപ്പോഴും ദൈവഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പോ ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം വരുമ്പോൾ മാറ്റിവെക്കുകയും അവനല്ലാത്ത സമയത്ത് സ്വീകരിക്കുകയും ചെയ്യുവാൻ കഴിയുന്നതല്ല. ദൈവഭക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരംഭിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ നാം കർത്താവിൽ വസിച്ചാൽ കർത്താവ് നമ്മിൽ വസിക്കും. ദൈവത്തിന് നമുക്കറിയാം, നാം കർത്താവിൽ വസിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മെ ഇതിനു വേണ്ടി വിളിച്ചതാണ്. അല്ലെ, കാലം നമ്മൾ യാദൃച്ഛിക കർത്താവിനെ കണ്ടുമുട്ടിയതല്ല, യാദൃച്ഛിക നമ്മൾ ആരാധനയ്ക്കൂടെ വന്നതല്ല, അല്ലെങ്കിൽ പാസ്റ്റർ ക്ഷണിച്ചതുകൊണ്ട് വന്നതല്ല, നോട്ടീസിലെ പരസ്യം കണ്ടതുകൊണ്ട് വന്നതല്ല. അവൻ കർത്താവ് ദൈവദാസൻ നമ്മുടെ ഭവനത്തിൽ നിന്ന് ക്ഷണിച്ചതുകൊണ്ട് നമ്മൾ വന്നതല്ല, നമ്മൾ ദൈവത്തെ അറിഞ്ഞതല്ല. അമ്മേ, ഒരുപക്ഷേ പല മുഖാന്തരമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു മുഖാന്തരമായിട്ട് മാത്രം ഇരിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ തിരികെ പ്രകാരം നമ്മെ അറിഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരികെ പ്രകാരം തിരഞ്ഞെടുക്കുവാനായി ഇന്ന് മുതൽക്കാലം നമ്മൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ ഉദ്ദേശം അവയെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം തരുന്നതിന് മുമ്പേ അങ്ങ് ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം, അങ്ങ് ഞങ്ങളെ തിരികെ പ്രകാരം തിരഞ്ഞെടുത്തതിനായി സ്തോത്രം, അവിടത്തേക്കായി ഞങ്ങൾ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക നിയോഗത്തിന് വേണ്ടിയിട്ടുള്ള അനുസ്വത്രം ചിലരൊക്കെ അവരിൽ മുതൽക്കാരുടെ ഇരിപ്പുണ്ട് എന്ന് ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ. അപ്പൊ ബാക്കിയുള്ളതല്ലെന്നുള്ളതാണോ? അതിനിടയുള്ളതല്ല. പക്ഷെ പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയോഗം പ്രാപിക്കപ്പെട്ട ചിലവര് അവൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാരോട് ഇരുത്തിയിട്ടുണ്ട്. നമുക്ക് കർത്താവിൽ വസിക്കാം. കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ തനിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവർ സ്വതരായതിന്റെ മർമ്മം പ്രസ്താവിക്കുന്നു.
നാം അറിയേണ്ടത് ദൈവിക നിയോഗം, നമ്മെ കുറിച്ചുള്ള ദൈവിക നിയോഗമാണ് നാം വ്യക്തമായി തിരിച്ചറിയേണ്ടത്. നാം ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്നവരുടെയായിത്തീരും. ഇന്ന് വൽക്കാലം പറയട്ടെ, നമുക്ക് വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നത് തിന്മയുടെ അനുഭവങ്ങളല്ല, മറിച്ച് നന്മയുടെ അനുഭവങ്ങളാണ്. അത്ഭുതങ്ങളും വിടുതലുകളുമാണ്. നാം പ്രതീക്ഷിക്കാത്ത, നാം ഇതുവരെ കാണാത്ത, നാം ഇതുവരെ ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി അവയെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നതായ മോശ, എന്തുകൊണ്ടും എല്ലാവിധമായിട്ടുള്ള സ്വന്തം സാഹചര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിനാണെങ്കിൽ അങ്ങനെ സ്വന്തം കൊട്ടാരത്തിൽ വളർന്ന വ്യക്തിയെ കുറിച്ച് സ്വന്തം അവനെ കുറിച്ചും അവരില്ലാത്തവനല്ല, എല്ലാവിധമായ അറിവുകളും അവനുണ്ടാകും. എല്ലാവിധമായ നന്മയിലും അവന് ജീവിക്കുവാൻ കഴിയും. അവന്റെ ശരീരത്തെ അതുപോലെ കുറ്റപ്പെടുത്തുവാൻ കഴിയും. എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം അവന് നിവർത്തിച്ചു കിട്ടും. പക്ഷേ ദൈവിക നിയോഗം പ്രാപിക്കപ്പെട്ട മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വസിക്കുവാനോ അവന്റെ രാജകീയ പദവിക്കോ അല്ല അവൻ ആഗ്രഹിച്ചത്. നിയോഗം പ്രാപിക്കപ്പെട്ടവൻ പറഞ്ഞു, ഞാൻ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവിക പദവിയിലേക്ക്, ദൈവിക ശുശ്രൂഷയിലേക്ക് ഒരു അത്ഭുതം നാം കാണേണ്ടി വരുന്നതിന് തൊട്ടു മുമ്പേ നാം ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ, വരും ദിവസങ്ങളിൽ നമ്മുടെ വെളിപ്പെടുന്ന നന്മയുടെ അനുഭവങ്ങളുടെ ദൈവപ്രവൃത്തിയുടെ കാരണം എന്ന് പറയുന്നത് നീണ്ട ദിവസങ്ങൾ ഇവിടെ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ പേരുണ്ടെങ്കിൽ പറയണം, എന്നെ കർത്താവ് തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എന്നെ ദൈവത്തിന്റെ നിർദ്ദേശത്തിനായി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എന്നിൽ കർത്താവ് അവന്റെ ഇഷ്ടത്തെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവരെ ഞാൻ കർത്താവിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, ഞാൻ കർത്താവിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുകയാൽ എന്നിൽ കർത്താവിന്റെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തെടുക്കുവാനായി വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ സ്വന്തം വായിക്കുന്നത് വായിച്ചാട്ടെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നന്മയും അതുപോലെ തന്നെ പ്രതിസന്ധികളും കണ്ണുനീരുകളും ഒക്കെ നിറയപ്പെട്ട ജീവിതമാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞു എന്ന് കരുതി നമ്മളെപ്പോഴും ഈ സന്തോഷത്തിന്റെ നിറവിലേക്കല്ല പോകുന്നത്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. സ്വന്തം വലിയൊരു നമ്മുടെ ആയിരിക്കുന്ന പദവിയിൽ നിന്ന് അടുത്തൊരു പദവിയിലേക്ക് നമുക്ക് സ്വന്തം ഒരു പ്രൊമോഷൻ ഉണ്ട് എങ്കിൽ അവിടെ ഒരു ഡ്രസ് നമുക്ക് ഇന്ന് ലോകപ്രകാരം സ്വന്തം ചെയ്തു വരുന്ന ജോലിയിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ, അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത പദവിയിലേക്ക് പോകണമെങ്കിൽ അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ അവൻ സ്വന്തം നമ്മെ ദൈവം ഉയർച്ചയിലേക്ക് ആക്കുവാൻ, അവൻ അടുത്തൊരു തലത്തിലേക്ക് നമ്മെ ആക്കുവാൻ, അവന്റെ ദൈവിക ശുശ്രൂഷയുടെ അടുത്ത ഭാഗം നമ്മെ അറിയിക്കുവാനായിട്ടുള്ളപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മളെ ദൈവസന്നിധിയിൽ ഇരുത്തും. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകളൊക്കെ ഒഴുകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മെ സ്വന്തം ഉണ്ടായി വരും. ചില സമയങ്ങളിലൊക്കെ നാം നമ്മെ തന്നെ ഒതുക്കി നമ്മെ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ഇരിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായി വരും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങൾ ഭാരങ്ങളായിട്ടോ വേദനയായിട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, കർത്താവേ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതിന് പകരം, കർത്താവേ ഈ വിധ കഷ്ടതയിലൂടെ കടന്നു വന്നിട്ട് അവൻ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ് അതിലൂടെ വെളിപ്പെടുത്തണമേ. കഷ്ടതയിൽ ഉറച്ചു നിൽക്കുവാൻ, പരിശ്രമത്തിൽ സ്ഥിരതയോടെ വിശ്വാസത്തിൽ നിൽക്കുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ എന്നിൽ പകർന്നതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും. അപ്പോൾ ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവങ്ങൾ കടന്നു വന്നാൽ, വേദനയുടെ അനുഭവങ്ങൾ കടന്നു വന്നാൽ, നിന്ദയുടെ അനുഭവങ്ങൾ
രോഗങ്ങൾ കടന്നു വന്നാൽ, പരിഹാസത്തിന്റെ രോഗങ്ങൾ കടന്നു വന്നാൽ മനസ്സിലാക്കണം, അടുത്തതാ ദൈവം എനിക്ക് വേണ്ടി അവൻ നന്മയായതൊന്ന്, അനുഗ്രഹകരമായതൊന്ന്, വിടുതലായതൊന്ന് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മോശ അനുസരണ പർവ്വത കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, രാജാവിനെ കൊണ്ട് അല്ലെങ്കിൽ അനുസരണം രാജാവിന്റെ ഇഷ്ടമോ ഒന്നും നിറവേറാതെ ഇരുന്നിട്ടില്ല. നമ്മൾ പറയാറുണ്ട് രാജകൽപ്പന പാറയടി വിളർത്തും. പക്ഷേ രാജാവ് വന്ന് പറഞ്ഞാൽ ചെങ്കടൽ രണ്ടായി മാറത്തില്ല. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കപ്പെട്ടവൻ കരം നീട്ടിയാൽ മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ രാജകൊട്ടാരമാണോ വലുത്? നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണോ? ഹല്ലേലൂയ. നമ്മൾ കർത്താവ് വിളിച്ചത് തന്നിൽ വസിക്കുവാനായിട്ടാണ് എങ്കിൽ അവിടുത്തെ അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകർന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. കരങ്ങളിൽ കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. മോശേ, നീ രാജകീയ പദവി ആഗ്രഹിച്ചാണ് നീ കൊട്ടാരത്തിൽ ഇരുന്നു എങ്കിൽ അമ്മേ സ്വന്തം അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ എന്നെ രാജാവാക്കുക ബുദ്ധിമുട്ടാണ്. കാരണം യഹൂദനായതുകൊണ്ട് രാജാവാക്കുക ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സ്വന്തം അറിയാവുന്നവരെ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ മന്ത്രി സ്ഥാനം നൽകി അവനല്ലേ അവിടെ ഇരുത്തിയെന്ന് വന്നേക്കാം. അല്ലെങ്കിൽ സ്വന്തം പക്ഷേ ചെങ്കടലിനെ വിഭജിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. അതാ കർത്താവ് പറയുന്നത്, ഞാൻ ഒരുവനെ വസിച്ചാൽ അവന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ മധ്യ വസിച്ചാൽ നിങ്ങൾക്ക് കഴിയാത്ത ഒന്നുമില്ല. അവൻ എന്നെ അറിയുന്നവരെ ഞാൻ അറിയുന്നു എന്നും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ, എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മിൽ വസിച്ചാൽ ദൈവമക്കളെ, നമ്മുടെ വാക്കല്ല പിന്നെ അവിടെ സംഭവിക്കുന്നത്, നമ്മിലൂടെ വരുന്നത് കർത്താവിന്റെ വചനങ്ങളാണ്. അതുവരെ വഴിമാറാത്ത ചെങ്കടൽ, ആർക്കും അന്ന് വരെ വിഭജിക്കുവാൻ കഴിയാത്ത ചെങ്കടൽ. ഇന്നത്തെ സാഹചര്യങ്ങളും സയൻസിന്റെ വളർച്ചയൊക്കെ അവൻ സ്വന്തം കൊണ്ടാണ് എങ്കിൽ അവൻ നമുക്ക് ഒരു പക്ഷേ അതിന് വിഭജനം വരുത്താം. പക്ഷേ അങ്ങനെ വരുത്തിയാൽ എവിടെ കൂടെയെങ്കിലും നമ്മുടെ ഭാഷ ഒരു ഊറ്റെങ്കിലും എവിടെ കൂടെയെങ്കിലും ഒക്കെ വരും. പക്ഷേ കർത്താവ് ചെങ്കടലിൽ നടുവ് കൂടെ ഒരു ഉണങ്ങിയ നിലം ഒരുക്കി കൊടുത്താൽ അത് ഉണങ്ങിയ നിലം തന്നെയാണ്. അവിടെ അല്പം പോലും ഈർപ്പത്തിന് സ്ഥാനമില്ല. അവൻ ആ ചെങ്കടൽ കൊണ്ട് ദൈവഭക്തന് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല. ഞാൻ പറയാം, അങ്ങനെ നാം ക്രിസ്തുവിൽ വസിക്കുന്നവരാണെങ്കിൽ നമുക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രുക്കളെ കർത്താവ് തകർക്കുവാനാണ്. നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. ആര് കർത്താവിൽ വസിക്കുന്നുവോ അവന്റെ ഉത്തരവാദിത്വം കർത്താവിനാണ്. അവന്റെ ഉത്തരവാദിത്വം കർത്താവിന്റെ കരങ്ങളിലാണ്. അവന്റെ ദൃഷ്ടി അവൻ അവന്റെ മേൽ കർത്താവിന്റെ ദൃഷ്ടിയുണ്ട്. അവയാൽ അവൻ എതിർവിടുന്ന ശത്രുക്കളെ അവയെ തകർക്കുക എന്നുള്ളത് കർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, മൗനമായിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളി. ഇതുപോലെ ശുശ്രൂഷയിൽ പോകുന്ന അവസരത്തിൽ ഞാൻ പറയാറുണ്ട് ഒരു സാക്ഷിയാനുഭവം സ്വതന്ത്രയില്ല. ഞങ്ങളുടെ സഭ ഇരിക്കുന്നതിന് അടുത്ത 1-2 വീടുകളുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് ഒരു അമ്മച്ചി താമസിക്കൊണ്ട് അമ്മച്ചി ഇന്നും ആരാധനയ്ക്ക് ചർച്ചയുണ്ടായിരുന്നു. അവരുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അമ്മച്ചി കാട്ടാക്കടത്തെ ക്ഷേത്രത്തിൽ പോകുന്നു, അവരുടെ മക്കളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു മകള് അവർ വിവാഹം ചെയ്തത് ഒരു മുസ്ലിം സഹോദരനെയാണ്, ഭീമാപള്ളിയിൽ നിന്ന്. അതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരത്തെ ഒക്കെ പോകുമായിരുന്നു, അമ്മച്ചിയുടെ മകളൊക്കെ പോകുമായിരുന്നു. അവൾക്ക് ജിന്നിന്റെ സേവനം ഭയങ്കര ശക്തിയാണ്. കൊല്ലത്ത് നിന്ന് വരെയൊക്കെ ആൾക്കാർ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ഇവിടെ വരുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ ദേശത്ത് ശുശ്രൂഷ ഉയർന്നു വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലമുറകളൊക്കെ അവരന്യാധീനപ്പെട്ടു പോകുന്നു, ദൈവത്തിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. ആമേൻ, സ്വതന്ത്രം. കാരണം കൂടാതെ അവരോട് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വന്നുകൊണ്ട് ചുരുക്കത്തിൽ പറയാം, ഞങ്ങളുടെ ചർച്ചിന്റെ തൊട്ടടുത്തായിട്ടുള്ള വീട് സ്ഥലവും ഈ അമ്മച്ചിയുടെ മകൻ വാങ്ങാനായിട്ടിടയായിട്ടുണ്ട്. അവിടെ പ്രാർത്ഥന നടക്കുമ്പോഴോ ദൈവദാസന്മാർ വരുമ്പോഴോ മറ്റാരെങ്കിലൊക്കെ വരുമ്പോഴോ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ അമ്മച്ചി അനാവശ്യമൊക്കെ പറയാറുണ്ട്. ചർച്ചിന്റെ സൈഡിൽ പുല്ല് വൃത്തിയാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതൊക്കെ അമ്മച്ചിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. കാരണം അത്രേ ഉള്ളൂ. അവിടെ ഉള്ളിൽ വസിക്കുന്നത്
ദുഷ്ടനായ പിശാചാണ്. അപ്പൊ അതുകൊണ്ട് ദൈവമക്കൾക്ക് നേരെ എപ്പോഴും അവർ ചെറിയതുള്ളൂ, ശത്രുത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരിക്കൽ ഞാൻ രാത്രിയിൽ ഒരു ദിവസം ശുശ്രൂഷയിൽ പോകുമ്പോൾ 10:30 അടുത്തായി ഈ അമ്മച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകാൻ ചെല്ലുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചിക്ക് കുട്ടിച്ചാറിന്റെ ചെലവ് കൂടെ ഉണ്ട്. ആലോചിച്ച് പോകണം ഒരു വീട്ടിൽ എത്ര മാസമെന്നുള്ള കാര്യം. അമ്മച്ചി പറയാണ് അവന്റെ പാസ്റ്റർ അവന്റെ ഇത്രയും പറഞ്ഞു. പക്ഷെ ഞാൻ ഇത്ര മാത്രം കേട്ടുള്ളൂ. അപ്പോൾ കേട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നു എങ്കിലും അടുത്തെൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാക്കില്ല. ആരെങ്കിലും ഒക്കെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ രാത്രി മറ്റൊരു വീട്ടിൽ നിന്ന് ചെന്ന് നിൽക്കുന്നത് അതൊരു പാസ്റ്റർ ചെന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ സ്ഥിതി ഉണ്ടല്ലോ. പെട്ടെന്ന് ചിന്തയെ മനസ്സിൽ വന്ന് ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ആരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നു. ഒന്ന് ചെയ്തിട്ട് അങ്ങോട്ട് ഏൽക്കുന്ന അപ്പനെ പോലെയല്ല മോൻ അങ്ങോട്ടൊന്നും ഏൽക്കുന്നില്ല. അപ്പ പാസ്സായിരുന്നു. അപ്പോൾ പറഞ്ഞു ആ അപ്പനെ പോലെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഒരു അവസരത്തിൽ ഞാനിങ്ങനെ ശുശ്രൂഷ വരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു നമുക്ക് ഈ വചനം സംസാരിക്കും. ദൈവവചനം അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ശത്രുക്കളുടെ വരെ നമുക്ക് മനസ്സിൽ കാണാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും അന്നത്തെ ദിവസം അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചു. ശത്രുതയോട് വരുവേ ആമേൻ സ്വന്തമില്ല. അപ്പോൾ ഞാൻ മൗനമായിട്ട് അവരോട് പറഞ്ഞിട്ട് ഞാൻ കൈ മുടങ്ങിട്ട് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മച്ചി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മച്ചി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ചുരുക്കത്തിൽ പറയട്ടെ, യേശുവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് സാഹചര്യം ഒരുക്കി. ഒന്നിലധികം സേവകളാൽ കുടുംബപരമായി പിശാചിനെ സേവിച്ചു വന്നവരെ കർത്താവ് നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവരുവാനായി. തീർന്നില്ല. എന്നെ കാണുമ്പോൾ ഇഷ്ടം പോലെ ഇംഗ്ലീഷും ഹിന്ദിയും അറിയാമെന്നുള്ള എല്ലാ ഭാഷയും അമ്മച്ചി വിളിക്കാറുണ്ട്. അമ്മച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ചർച്ചയുടെ തൊട്ടപ്പുറത്തുള്ള വീട് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കേൾക്കാം എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് കേൾക്കാം. ഇതെല്ലാം കേട്ടിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ്. അതാ പറയുന്നത്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മിണ്ടാതെ മുകളിലേക്ക് കയറും. രാവിലെ ആണെങ്കിൽ ഞാൻ ചിന്തിക്കും അമ്മച്ചി പാല് വാങ്ങിച്ചില്ലേ, ചായ കുടിച്ചായിരുന്നു, ഉച്ചയ്ക്കാണെങ്കിൽ ചോദിക്കും ചോറ് കഴിച്ചായിരുന്നു. 4 മണിക്ക് ശേഷമാണെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കും അമ്മച്ചി ചായ കൊടുത്തു. ചുമ്മയാണ് ചോദിക്കുന്നത്. എന്താ നമുക്ക് അങ്ങോട്ട് ശത്രുതയില്ലെന്ന് അറിയില്ല. ആമേൻ. അവസാനം എന്തെന്നറിയാമോ, അമ്മച്ചിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അമ്മച്ചി പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ വന്നിങ്ങനെ തുടങ്ങി. ഞാൻ മരപ്പാലത്ത് ഒരു വൈദ്യശാലയിൽ അമ്മച്ചിയെ നടക്കാനായിട്ട് കൊണ്ടുപോയി. അവർക്ക് 4-5 മക്കളുണ്ട്. 2 പേര് ഗൾഫിരിപ്പുണ്ട്. ഇവരെല്ലാവരും ഉണ്ടായിരുന്നിട്ട് അമ്മച്ചി ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം അമ്മച്ചിയുടെ ക്വാളിറ്റി മനസ്സിലായാലോ, ഇതാണ് അമ്മച്ചി. ഈ അമ്മച്ചി ഞാൻ എന്നറിയാമോ, എൻ്റെ വാഹനത്തിൽ കയറ്റി ഞാൻ മരപ്പാലം വൈദ്യശാലയിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടറെ മുമ്പ് ചെന്നിരുന്നപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു ഡോക്ടറെ വൈദ്യരെ എനിക്ക് പറക്കാതെ പോയ എൻ്റെ പാസ്റ്റർ മോനാണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ ദൈവമാണ് സ്വന്തം. എന്റെ ശത്രുക്കളെ നിന്റെ നാം ദൈവത്തിൽ ദൈവവചനത്തിൽ നിന്ന് ബലപ്പെട്ട ദൈവം ശത്രുക്കളെ നമുക്ക് മനുഷ്യ ശത്രുക്കളില്ല. പക്ഷേ പിശാചുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവരെല്ലാം നമുക്കാരാണ്? ശത്രുക്കളാണ്. അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ കൊണ്ട് അനുഗ്രഹിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ താല്പര്യം, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് യുദ്ധം ആദ്യോടൊപ്പം പഠിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവഭക്തന്മാർക്ക് വേണ്ടിയിട്ട് കർത്താവ് യുദ്ധം ചെയ്യുവാനായി തീർന്നു. നമുക്കറിയാം ദാവീദും കൂട്ടരൊക്കെ യുദ്ധം ചെയ്തു വരുന്ന അവസരത്തിൽ അവൻ സ്വന്തമില്ല അവൻ അനേക ദൈവഭക്തന്മാർ യുദ്ധം ചെയ്തു വരുന്ന അവസരത്തിലൊക്കെ അവൻ അവിടെ ജയം വരിക്കുവാനായിട്ടുള്ള കാരണം അവൻ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നതാണ്. അവന്റെ കാലം പറ, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഒരു ശത്രു എന്നെ പരാജയപ്പെടുത്തില്ല, ഒരു ശത്രു എന്റെ തലമുറയെ ഇല്ലായ്മ ചെയ്യത്തില്ല. ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും. ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ കർത്താവിന്റെ നന്മയെ അനുഭവിക്കുമല്ലോ. കർത്താവ് നമ്മെ കാണുന്നത് കൊണ്ട്, കർത്താവ് നമ്മെ അറിയുന്നത് കൊണ്ട്, നാം അവന്റെ കരങ്ങളിൽ ആയതുകൊണ്ട് കർത്താവിന്റെ കരം നമ്മെ അനുഗ്രഹത്തോടെ
ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മിനിറ്റുകളിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് കർത്താവിൽ വസിക്കാം. നാം കർത്താവിൽ വസിച്ചാൽ കർത്താവ് നമ്മിലും വസിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമശുശ്രൂഷയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. യേശു കർത്താവ് സംസ്കാരം ചെയ്തതിനു ശേഷം ആമേൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞ അവിശ്വസ്തം ദൈവത്തിന്റെ കൽപ്പന പോലെ യേശു കർത്താവ് പറയപ്പെട്ടതുപോലെ അവൻ പത്രോസും ശിഷ്യന്മാരും അവൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലുള്ള ആ ഭാഗം കാണുന്നുണ്ട്. അവരിലെ സ്വന്തം യഥാർത്ഥത്തിൽ അവർ ഭയപരവശരായിട്ടാണ് ഇരുന്നത് എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം യേശുവിന്റെ നാമത്തെ ആരാധിക്കുന്നവരെ അന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു കർത്താവ് തന്നെത്താൻ ദൈവത്തിനെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ദൈവനിഷേധി എന്നും അവനെ ശപിക്കപ്പെട്ടവനെന്നൊക്കെ പറഞ്ഞ് പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരൊക്കെ അവരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ജനത്തിന്റെ ഹൃദയത്തെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസും ശിഷ്യന്മാരും വളരെ ഭയന്നാണ് അവർ മുറിക്കകത്തായിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നു, പെന്തക്കോസ്ത് വന്നപ്പോൾ അവൻ അവർ ഒരുമിച്ച് കൂടിയിരുന്ന ഇടത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഈ അഭിഷേകത്തിന്റെ നിറവ് എവിടെ ഇറങ്ങി വരുന്നു അവിടുത്തെ മുഖങ്ങളെല്ലാം തകരുകയാണ്. അത് മനസ്സിനെ ആയാലോ, അത് ശരീരത്തെ ആയാലോ, അത് ഭവന ധനങ്ങളെ ആയാലോ, അത് ദേശത്തെ ആയാലോ, അടങ്ങിയിരിക്കുന്ന സാധ്യത മുഖത്തെയും അഭിഷേകം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ നിറവിൽ, അഭിഷേകത്തിന്റെ നിറവിൽ ദുഷ്ടന്റെ മുഖങ്ങളെല്ലാം തകർക്കുക. അന്ന് ഞങ്ങൾക്ക് വിരോധമായി, ദൈവങ്ങൾക്ക് വിരോധമായി ദുഷ്ടൻ ആലോചന കഴിക്കുന്ന എല്ലാ ദുഷ്ടന്റെ ആലോചനകൾ, പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ വ്യക്തമാകട്ടെ. അഭിഷേകത്തിന്റെ മുൻപിൽ ദുഃഖങ്ങൾ തകരുമെങ്കിൽ ഇന്ന് നമ്മൾക്കാലം ശാരീരിക മേഖലകളിൽ അസ്വസ്ഥതകളായി പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തലമുറകളെ നെട്ടിവെക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ അഴിയട്ടെ. ആമേ തലമുറകളെ അവരെ നെട്ടിവെക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭാവി ജീവിതങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അവയെ ദൈവികമായ അനുഭവങ്ങളിലേക്ക് തലമുറകളെ ഉയർന്നു വരുവാൻ സമ്മതിക്കാനുള്ള വെല്ലുവിളിക്കുന്ന എല്ലാ ദുഷ്ടവ്യാപാര മേഖലകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയവരിക്കുകയാണ്. അവയെ സർവ്വങ്ങളുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലുകളും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ അഭിഷേകം മുഖങ്ങളെ തകർക്കുന്നതാണ്. അപ്പോസ്തലന്മാർ ഭയപരവശരായിട്ടാണ് ഇരുന്നത്. കർത്താവ് പറഞ്ഞതായ കൽപ്പന ആജ്ഞയിൽ അവർക്ക് വിശ്വാസമുണ്ട് എങ്കിലും അവർ സമൂഹത്തിൽ ഭയന്നിരുന്നു. നമുക്കറിയാം നീറോ ചക്രവർത്തിയുടെ അതുപോലെ റോമൻ സാമ്രാജ്യമൊക്കെ വളരെ കഠിനമായ സാമ്രാജ്യങ്ങളാണ്. അവയോടൊന്നും മറ്റാർക്കും പെട്ടെന്നൊന്നും എതിർക്കാനും പറ്റത്തില്ല. യേശു കർത്താവിന്റെ കാലഘട്ടം റോമ സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ എങ്ങനെയും കൊല്ലാൻ, മനുഷ്യനെ എങ്ങനെയും ഉപദ്രവിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന അവസരത്തിലാണ് ഭക്തന്മാർ ഭയവശരായി ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഇതുപോലെ ദുഷ്ടനായവൻ ഭയം കൊണ്ടിട്ട് ഓടുവാനിടയായി തീരും. ഭയം കടന്നു വരുന്നവർ മനസ്സിലാക്കണം, അത് നമ്മെ പരാജയപ്പെടുത്തുവാൻ ദുഷ്ടൻ നമ്മിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. ദൈവത്തിന് ജാഗരിക്കണം. ആത്മാവിന്റെ നിറവോടെ, ആത്മശക്തിയോടെ, ആത്മശക്തിയോടെ ഒന്ന് ആരാധിക്കുവാൻ തയ്യാറായാൽ അഭിഷേകത്തിന്റെ മുൻപിൽ തകരപ്പെടാത്തതായിട്ടൊന്നുമില്ല. അഭിഷേകത്തിന്റെ മുൻപിൽ മാറിപ്പോകാത്തതായിട്ടൊന്നുമില്ല. അഭിഷേകം പ്രാപിക്കപ്പെട്ടവന്റെ മുൻപിൽ മുട്ടുമടക്കാത്തതായിട്ടൊന്നുമില്ല. അഭിഷേകത്തിന്റെ ദിവസങ്ങൾക്ക് മുന്നേറാമോ?
ആമേൻ. നമ്മുടെ മുൻപോട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ജയമായി മാറുവാനിടയായി തീരും, നമുക്ക് നന്മയായി മാറുവാനിടയായി തീരും. ഞാൻ ചിന്താഭാഗത്തിന്റെ അവസാനം വെക്കട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നു, അനുസരണം ഫലം കായ്ക്കുന്നത്, അധികം ഫലം കായ്ക്കുന്നത് എന്ത് ചെയ്യുന്നു? ചെത്തി വെടിപ്പാകും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ വായിക്കുമ്പോൾ ബാലശിക്ഷ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അനുസരണം ഇതൊക്കെ നമ്മുടെ ഈ അനുഗ്രഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവിക അനുഭവത്തിൽ നിന്ന് അല്പം വ്യതിചലിക്കുമ്പോൾ കർത്താവ് അനുസരണത്തിലേറിയ നമ്മെ ഉപദേശിക്കേണ്ടതിന് അനുസരണത്തിലേറിയ ചെറിയ വഴികളുമായിട്ടാണ് വരുന്നത്. കർത്താവ് വലിയ വഴിയുമായിട്ട് നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ശേഷി ഉണ്ടാകത്തില്ല. അവൻ അതുകൊണ്ട് ബാലശിക്ഷ, അതുകൊണ്ട് കർത്തവചനം പറയുന്നു ബാലശിക്ഷ. നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ ആരും ഒലക്കെടുത്ത് അറിയാറില്ല. കുഞ്ഞുങ്ങളെ ആരും അനുസരണം കൈപ്പിടിയിലൊക്കെ ഒതുങ്ങാത്തതായ കമ്പെടുത്തൊന്നും അനുസരണം പ്രേരിക്കാറില്ല. അവർക്ക് നല്ല ചെറിയ ചെറിയ കമ്പുകൾ അല്ലേ. അപ്പോ അനുസരണം ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മെ ചെത്തി വെടിപ്പാക്കേണ്ടതിന് എന്തിനാ അനുസരണം, എന്തിനാ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്? അവർ നന്നായി വരുവാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് വരുന്ന മാനശിക്ഷ എന്തിനാണ്? നാം അടുത്തൊരു തലത്തിലേക്ക് പ്രവേശിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഫലം കായ്ക്കുന്നത് എന്ത് ചെയ്യുന്നു? അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകും. വേഗത്തിൽ വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇതിലപ്പുറം നമുക്ക് മറ്റൊന്നും വേണ്ട. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ പറയുന്നു, നമ്മോട് കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ സർവശക്തനായ ദൈവത്തെയാണ്, സർവജ്ഞാനിയായ ദൈവത്തെയാണ്, സർവവ്യാപിയായ ദൈവത്തെയാണ്. അവൻ സകല ചരാചരങ്ങളെയും അവൻ സൃഷ്ടിച്ച ദൈവത്തെയാണ്, സകലത്തിലും ലാക്കും കാരണഭൂതനുമായ ദൈവത്തെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നും തന്നെയില്ല. നാം കർത്താവിൽ വസിച്ചാൽ നമ്മുടെ അപേക്ഷകൾക്ക് കർത്താവ് മറുപടി നൽകി തരുവാനിടയായിരിക്കും. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന്റെ മുന്തിരിവള്ളിയിലൂടെ വസിക്കല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയത്തില്ല. നമ്മൾ വായിക്കും 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വായിച്ചാൽ നമ്മുടെ കാര്യം കർത്താവ് ശ്രമിച്ചാട്ടെ. ഈ ലോകത്തിൽ നമ്മൾ ആരൊക്കെയായിട്ട് ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. പിന്നെ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. 8-ാമത്തെ വാക്യം കൂടെ വായിച്ച്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാണ്. അടുത്തിരിക്കുന്ന കാര്യം കൊടുത്തിട്ട് പറഞ്ഞു, ഫലം കായ്ക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിച്ചാലേ അത് ശ്രേഷ്ഠതയുള്ളതാണ്, അത് മാന്യതയുള്ളതാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവന്റെ മുൻപിൽ ഞാൻ പറയട്ടെ, മറ്റൊരു വ്യക്തി വന്നാൽ മാന്യതയോടെയാണ് വരുന്നത്. അങ്ങനെ കർത്താവ് കൊടുക്കുന്ന മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാലത്തേക്ക് വേണ്ടി കൊടുക്കുന്നതല്ല, നിത്യം അവന് കൊടുക്കുന്ന മാന്യതയാണ്. കർത്താവ് നമ്മെ വിളിച്ചത്, ലേഖന ഭാഗത്തിലേക്ക് സമയമില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. കർത്താവ് നമ്മെ വിളിച്ചത് തന്റെ മഹത്വം നമ്മുടെ മേൽ വയ്ക്കുവാൻ. കർത്താവ് എന്നെ വിളിച്ചത് തന്റെ മഹത്വത്തെ എന്റെ മേൽ വെളിപ്പെടുത്തുവാനാണ്. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവ് എന്നെ വിളിച്ചത് തന്റെ മഹത്വത്തെ എന്റെ മേൽ വെളിപ്പെടുത്തുവാനായിട്ടാണ്. ശ്രദ്ധിച്ച്, കർത്താവ് തന്റെ മഹത്വത്തെ നമ്മുടെ മേൽ വെളിപ്പെടുത്തിയ ദൈവമക്കളെ, ആരൊക്കെ നമ്മെ ചവിട്ടി താഴ്ത്തിയാലോ, ആരൊക്കെ നമ്മെ പരിഹസിച്ചാലോ, ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലോ, ആരൊക്കെ നമ്മെ വേണ്ട എന്ന് വെച്ചാലോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ചിന്തയ്ക്കോ അവന്റെ അന്നയ്ക്കോ അവന്റെ പ്രവൃത്തിക്കോ ഒരു കാലത്തും ഭംഗം വരികയില്ല. വായിക്കുമ്പോൾ രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷൻ, രാജാവ് ബഹുമാനം കൊടുക്കുവാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാറ്റത്തിന് ആർക്കും
കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നും സ്വന്തം ഞങ്ങളുടെ സഭയിൽ പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വന്തത്തിൻ്റെ എഴുതുക. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നത്തില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. നമ്മുടെ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചില സമയത്ത് പിടിക്കത്തില്ല. സ്വന്തത്തിൻ്റെ ഞാൻ ഒരു ഭവന പ്രാർത്ഥന ഞങ്ങൾ ഇരിക്കുമ്പോൾ അപ്പോൾ ഭവന പ്രാർത്ഥന കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ഒരു സഹോദരൻ്റെ ഇളയ സഹോദരൻ്റെ മകള് ഞങ്ങൾക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം പിന്നെ ആരാധന കഴിഞ്ഞ ശേഷം ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ചായയും പ്രകാരങ്ങളും കൊടുക്കുന്നു. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞ് അങ്ങോട്ട് പോയി അടുത്ത മുറി ചെന്ന് നിന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അവിടെ ക്ലാസ്സുണ്ട്. അദ്ദേഹത്തിന് കഴിക്കാൻ കൊണ്ടുവന്നു. ആദ്യം വെള്ളം കൊണ്ടുവന്ന് ഇത് കഴിക്കാൻ വന്ന് ആ സമയത്ത് ചെന്ന് ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ കണ്ടാകും നിന്ന് മൂന്നാമത്തെ പ്രാവശ്യത്തിന് തിരിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പോയില്ല. അല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വിരിക്കാമോ ഒക്കെ വിരിക്കി വെച്ചാൽ ചില സമയത്ത് വെളുത്തിരിക്കും. കുറെ കഴിയുമ്പോൾ പിന്നെ അത് വളരെ പോകും. ഇരിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. പാട്ടുകാരൻ പാടുന്നു, ആമ സ്വതന്ത്രേറിയ എന്റെ തൊക്ക് ഇങ്ങനെ ക്ഷയിച്ചു പോയാലും അവൻ തേജസ്വരൂപനായ കർത്താവിനെ അവൻ തേജസ് ധരിച്ചിരിക്കുന്നത് പോലെ തേജസ്സോടെ ഞാൻ കാണും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുന്നത്. വളരെ താല്പര്യം കർത്താവ് നമുക്ക് മഹത്വം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ നമ്മുടെ ശരീരം ക്ഷയിച്ചാലും സാരമില്ല ദൈവമക്കളെ, അവൻ പ്രത്യാശിക്കണം. ഞാൻ പ്രാപിക്കുവാൻ പോകുന്ന ശരീരം തേജസ്സിന്റെ ശരീരമാണ്. നാം കർത്താവിന് വേണ്ടി വളരെ ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് നമുക്ക് കർത്താവ് വസിക്കാം. കഴിഞ്ഞ രാത്രി ദോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ. പ്രാപിക്കപ്പെട്ട അഭിഷേകത്തെ അവൻ സ്വന്തം ചോർത്തി കളയാതെ അവൻ നിലനിർത്തുവാൻ കഴിയണം. അതിൽ വർദ്ധിച്ചു വരുവാൻ കഴിയണം. ദൈവികത എന്ന് പറയുന്നത് അത് ദൈനംദിനം വർദ്ധിച്ചു വരുന്നതാണ്. അവൻ സ്വന്തം നേരത്തെ പറഞ്ഞതുപോലെ അഭിഷേകത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് അത് അഭിഷേകത്തിന്റെ അളവെന്ന് പറയുന്നത് ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതല്ല, അത് വർദ്ധിച്ചു വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ തലയോളം നമ്മെ വളരുവാനാക്കുന്നതാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിൽ നമുക്ക് നിറഞ്ഞു വരാം. പുഷ്ടിയിൽ ആത്മപുഷ്ടിയിൽ നമുക്ക് നിറഞ്ഞു വരാം. നമുക്ക് കർത്താവിൽ വസിക്കാം. അവൻ നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അവൻ 15-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾ എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. 8-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ആകയാൽ നമ്മിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും കടക്കടയ്ക്കാം. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിലൂടെ നല്ല ഫലങ്ങളെ കർത്താവ് പുറപ്പെടുവിക്കുമാറാകണമേ. നമുക്കറിയാം ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആദിയായ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിലൂടെ പുറത്തു വരട്ടെ. നമുക്കറിയാം ദൈവം തന്നെ ജനത്തിന് പകരുന്നതായ കൃപാവരങ്ങൾ. ആ 12-ാമത്തെ അധ്യായത്തില് നമ്മൾ 9 വിധ കൃപാവരങ്ങൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല അനവധി കൃപാവരങ്ങൾ മറ്റുമുണ്ട്. അതൊക്കെ നമ്മിലൂടെ പുറത്തു വരുവാൻ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മിനിറ്റുകളിൽ അവൻ കർത്താവേ, അവൻ അവിടുത്തെ കൃപയെ എന്റെ മേൽ പകർന്ന് അവിടുത്തെ ആത്മാവിന്റെ ഫലത്തെ എന്നിലൂടെ പുറപ്പെടുവിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആര് തന്നെ അവൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവോ അവനെ ഉപയോഗിക്കുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. ആര് തന്നെ തന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുന്നുവോ അവരെ മാനിക്കുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. അവരുടെ പേരിൽ തന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. നമ്മെ ഉയർത്തും എന്ന് പറഞ്ഞാൽ
നിശ്ചയമായി നമ്മെ ഉയർത്തുന്ന ദൈവം. നമ്മെ മാനിക്കുമെന്ന് പറഞ്ഞാൽ നിശ്ചയമായി നമ്മെ മാനിക്കുന്ന ദൈവം. തേജസ് നമ്മെ അണിയിപ്പിക്കും എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്തിട്ടുള്ളൂ എങ്കിൽ കർത്താവ് തന്റെ തേജസ്സിനെ നമ്മെ അണിയിക്കുന്നവരുടെയായി തീരും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവർ കഴിഞ്ഞ രാത്രികളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടൊക്കെ ദൈവസന്നിധിയിരുന്ന് അങ്ങയുടെ മക്കളെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിച്ചല്ലോ. പ്രാപിക്കപ്പെട്ടതായ ആത്മനിയോഗം, പ്രാപിക്കപ്പെട്ടതായ ദൈവിക അഭിഷേകം, ആമേൻ, അതിനെ നിലനിർത്തിക്കൊണ്ട് മുന്നേറി വരുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ഹല്ലേലൂയ, ദൈവത്തിന്റെ തിരുഹിതത്തെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിവൃത്തിയാക്കേണ്ടതിന് സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി ആടിയൻ അവയെ കർത്താവയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലവിധമായ ദൈവിക ആശീർവാദങ്ങളിൽ ഈ ദിവസങ്ങളിൽ മുതിർന്നു വരട്ടെ. ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറി വരുമാറാകട്ടെ. നാഥ, ഞങ്ങളെ കർത്താവിൽ വസിച്ചുകൊണ്ട് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുള്ളതിനാൽ നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങളുടെ കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ.